എന്നും എപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പ്രത്യാശയും ധൈര്യവും ആത്മവീര്യവും നിറയ്ക്കുന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ ആകപ്പൊരുൾ. ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നീതി, സമത്വം, സമാധാനം എന്നിവയോടുള്ള നമ്മുടെ പ്രതിബദ്ധത മുദ്രയടിച്ചു പുതുക്കിക്കൊണ്ടേയിരിക്കണം. പട്ടാള മാർച്ച് പാസ്റ്റിന്റെയും പോലീസ് പരേഡിന്റെയും ദേശീയ പതാക ഉയർത്തലിന്റെയും മറ്റിതര സകല ആഘോഷത്തിന്റെയും ഒപ്പം 1947 നമ്മുടെ മുൻഗാമികൾ ആ അർദ്ധരാത്രി നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ കണക്കെടുപ്പ് കൂടി നാം നടത്തണം. അതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കി ചില ചോദ്യങ്ങൾ ഓരോ പൗരനും ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. നിലവിൽ ആരുടെ കൈകളിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരമെന്ന്? ജനങ്ങളുടെ കൈകളിലോ? അതല്ല ഭരണകൂടത്തിന്റെ കൈവള്ളകളിലോ? അതോ സമ്പന്നവർഗത്തിന്റെ കൈക്കുമ്പിളിലോ? 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുന്നതിനപ്പുറം ജനങ്ങൾക്ക് എന്ത് പങ്കാളിത്തമാണ് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണത്തിലുള്ളത്? നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യം. നമുക്കതിനെ വിലമതിക്കാം. ഒരുമിച്ചു നിന്ന് നമ്മുടെ രാജ്യത്തിന്റെയും ജനതയുടെയും മികച്ച ഭാവി കെട്ടിപ്പടുക്കാം. സ്വാതന്ത്ര്യം എന്നത് നമുക്കും നമ്മുടെ പൂർവികർക്കും വലിയൊരു കിനാവായിരുന്നു. തൊട്ടില്ലെന്നായ സമസുന്ദര ലോകദൃഷ്ടിയിൽ നിൽപ്പൂ ദൂരെ ഗന്ധർവപുരി പോലെ എന്ന് മലയാളത്തിന്റെ കവി വൈലോപ്പള്ളി ഈ ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മഹാത്മാഗാന്ധിയുടെ ഒരു വാചകം എപ്പോഴും നമ്മെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം. ഒരു ജനാധിപത്യവാദി തികച്ചും നിസ്വാർത്ഥനായിരിക്കണം. തന്റെയോ തന്റെ കക്ഷിയുടെയോ പേരിലല്ല, ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ മാത്രമേ അയാൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സ്വപ്നം കാണുവാൻ പോലുമോ പാടുള്ളൂ. ഗാന്ധിയുടെ ഈ വാക്കുകളുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഭൂതകാലത്തെ ഓർക്കുക, വർത്തമാനകാലത്തെ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ മഹത്തായ രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും ഭാവിക്കായി പ്രവർത്തിക്കുക. ഇന്ന് ഓഗസ്റ്റ് 15, എന്റെ രാജ്യം, നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ.